ചെടികളാണ് നമ്മളിവിടെ കുറച്ച് വെച്ചിട്ടുണ്ട്. നല്ല വെയിലത്താണ് വെച്ചേക്കുന്നത്. ഇതിപ്പോൾ പുതിയത് കൊണ്ടേ വെച്ചതാണ്, 2 ദിവസമായുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇല മുഴുവൻ പെട്ടെന്ന് പച്ചില ചുവന്ന് പോയിട്ടുണ്ട്. സ്ട്രെസ് അടിച്ചാണ്. പുതിയ ഇല വരുമ്പോൾ കളറൊക്കെ സെറ്റാവും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ നെപ്പന്തസിൻ്റെ പൂ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയാണ്. പൂവെല്ലാം മുട്ടായിട്ടുണ്ട്, ഞാനത് കാണിക്കാൻ വേണ്ടിയാണ്. ഈ പൂ മുട്ടുണ്ടായി കഴിയുമ്പോൾ ഭയങ്കര സ്ട്രെസ്സാവും ചെടി. അതാണ് കളർ വന്നേക്കുന്നത്. ഇലകളൊക്കെ പോയി. പിന്നെ ഇവിടെ ഒരു പ്രാണി ആക്രമിക്കുന്നൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ പ്രാണി മുഴുവൻ ഇലകളും തല നശിപ്പിച്ച് കളയുകയുണ്ടായത്. ഇതാണ് അതിൻ്റെ മുട്ട്. കാണാൻ പറ്റുന്നുണ്ടെന്ന് കരുതുന്നു. ഇതാണ് എരപിടിയൻ നെപ്പന്തസ് എന്ന് പറഞ്ഞ ഏഷ്യൻ പിച്ചർ പ്ലാന്റിൻ്റെ മുട്ട്. ഒരു ചെടിയിൽ ഒരു തരം പൂ മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് ഒന്നല്ലെങ്കിൽ ഒരു ചെടിയിൽ ആൺചെടി, പെൺചെടി. ഇത് ആണിൻ മുട്ടാണ്, ആൺചെടിയുടെ മുട്ടാണ്. ആൺചെടിയുടെ മുട്ട് കണ്ടുപിടിക്കാൻ ഏറ്റവും എളുപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉരുണ്ട് ബോൾ പോലെ ഇരിക്കും. അതാണ് ആൺമുട്ടുകൾ കണ്ടുപിടിക്കാൻ ഏറ്റവും എളുപ്പം. ഉരുണ്ട് മുത്ത് പോലെ ഇരിക്കുന്നതാണ് ആൺമുട്ടുകൾ. ഇത് ആൺചെടിയാണ്. ഇതിൽ ആൺപൂ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതേമാതിരി പെൺചെടിയുണ്ട്, പെൺപൂ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതിൻ്റെ രണ്ടിൻ്റെയും പൂമ്പൊടി ഇത് പരാഗണം നടത്തിയാൽ മാത്രമേ നമുക്ക് വിത്ത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ആൺ പൂക്കളുടെ മുട്ട് വട്ടത്തിൽ ഉരുണ്ട് ബോൾ പോലെ ആയിരിക്കും. പെൺചെടികളുടെ മുട്ട് ഓവൽ ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. നമുക്ക് നിലവിൽ പൂവിൻ്റെ ചെടികളൊന്നും മുട്ടാവാത്തതുകൊണ്ട് അത് കാണിക്കാൻ പറ്റില്ല. ഇതാണ് അതിൻ്റെ മുട്ട്. നമ്മളിതിൻ്റെ മുമ്പ് ഇതിൻ്റെ പൂ വിരിഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. കാണാത്തവരെ വീഡിയോ ഒന്ന് പോയി കാണുക. ഞാൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. ഇതാണ് ആൺമുട്ട്. ഇതാണ് ഒരു ചെടി. ഒരുപാട് പൂക്കളുണ്ടാകുന്ന ഒന്നൊന്നും ഇടപെട്ട് നല്ല ചെറിയൊരു മണം ഉണ്ടാവും ഇതിന്. നെപ്പന്തസ് ഇതാണ്. ഇതാണ് ഒരു നെപ്പന്തസ് പിക്ചർ എന്ന് പറയുന്നത്. ഇതിൽ തന്നെ അപ്പറും ലോവർ പിക്ചറും ഉണ്ട്. അതൊക്കെ ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ കാണുന്നത് ഇതിൻ്റെ ലോവർ പിക്ചറാണ്. ലോവർ പിക്ചർ കണ്ട ഏറ്റവും എളുപ്പം എന്ന് പറഞ്ഞാൽ ഇലയിൽ നിന്ന് നേരെ ഒരു തണ്ട് താഴത്തേക്ക് വന്നിട്ട് ഇങ്ങനെ വളഞ്ഞ് മുകളിലേക്ക് പോകുന്നതാണ് ലോവർ പിക്ചർ. ഓക്കെ, ഇനി അപ്പർ പിക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഉണങ്ങിയതാണ്, കുറച്ചായി. തണ്ട് വന്നിട്ട് ഇങ്ങനെ വളയും, ഫ്രണ്ടിലേക്ക് വളഞ്ഞ് നിൽക്കുന്നതാണ് അപ്പർ പിക്ചർ. അപ്പർ പിക്ചറും ലോവർ പിക്ചറും നമ്മൾ ഷേപ്പിൽ വ്യത്യാസം ഉണ്ടാവും. അത് വെറൈറ്റി അനുസരിച്ച് വ്യത്യാസമുണ്ട്. ഇത് ഒരെണ്ണം ഉണങ്ങിപ്പോയി ഞാൻ കാണിച്ചു തരാം. ഇത് റിഫ്ലീഷ്യ എന്ന് പറഞ്ഞൊരു ഇത് ചെടി കാറ്റത്ത് വീണായിരുന്നു. നല്ല കാറ്റും മഴയത്തും വീണ് പൊട്ടിപ്പോയതാണ്. അതിൻ്റെ അപ്പർ പിക്ചറാണ് ഈ കാണുന്നത്. റിഫ്ലീഷ്യൻ്റെ ഹൈബ്രിഡ് ഉണ്ട്. ഈ കാണുന്നത് അതിൻ്റെ ലോവർ പിക്ചറാണ്. കണ്ടോ, ഉരുണ്ട് ഷേപ്പ് വ്യത്യാസം ഉണ്ടാവും. ഇത് കണ്ടല്ലോ, കുഴൽ പോലെയും ഇത് ഉരുണ്ട് ബോൾ പോലെയാണ്. അതാണ് അതിൻ്റെ അപ്പർ ലോവർ നമ്മൾ ഏറ്റവും എളുപ്പം മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതൊരു അപ്പർ പിക്ചർ വരുന്നതാണ്. ഈ കാണുന്നത് അപ്പർ പിക്ചർ വരുന്നതാണ്. ഇതൊക്കെ ലോവറാണ്. ഞാൻ വേറൊരു ചെടി കാണിച്ചു തരാം നിങ്ങൾക്ക് ഏറ്റവും എളുപ്പം കാണിക്കാൻ പാകത്തിന്. ഈ കാണുന്നതും ഒരു സെറ്റ് അപ്പർ പിക്ചറുകളാണ്. ഇത് ലോവർ പിക്ചറാണ്. അതിൻ്റെ ഉണങ്ങി ഉരുണ്ട ഷേപ്പിലുള്ളതാണ്. സെയിം ചെടിയുടെ തന്നെ കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. സെയിം ചെടിയുടെ തന്നെ അപ്പർ പിക്ചറാണ് ഈ കാണുന്നത്. കുഴൽ പോലെ നീണ്ടിട്ട് വലിയ മൗത്തായിട്ട്. ഇത് മുകളിലേക്ക് ചെന്ന് കഴിയുമ്പോഴാണ് ഇതേമാതിരി അപ്പർ പിക്ചർ ഉണ്ടാകുന്നത്. നോക്കിയേ, ഇങ്ങനെ വളഞ്ഞ് ഫ്രണ്ടിയിട്ട് വാ തുറന്നിരിക്കുന്നത്. ലോവർ പിക്ചർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇവിടെ നിന്ന് വളഞ്ഞിട്ട് ഇങ്ങനെ ഉണ്ടായിക്കിടക്കും. ഇതാണ് അപ്പറും ലോവറും. ഇത് ഒരൊറ്റ ചെടി തന്നെ അപ്പറും ലോവറും ഉണ്ടാകുന്നത്. ഇത് മുകളിലേക്ക് ക്ലൈംബ് ചെയ്ത് കഴിയുമ്പോഴാണ് ഇതേമാതിരി അപ്പർ പിക്ചറിൽ ഉണ്ടാകുന്നത്. ഇതിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. ഉറുമ്പുകളൊക്കെ വീണ് കിടക്കുന്നുണ്ട്. അതിൽ വെള്ളം കുറവായിട്ട് കാണാൻ ഇത്തിരി പാടാണ്. ഇത് കണ്ടോ, ഇത് ഉറുമ്പ് തന്നെ വീണ് അതിനെ ദഹിപ്പിച്ച് ഇത് കണ്ടോ, ഉറുമ്പ് കിടക്കണം കണ്ടോ. നിങ്ങൾക്ക് ഇതിനകത്ത് ഉറുമ്പിനെ കാണാൻ പറ്റുന്നുണ്ടെന്ന് കരുതുന്നു. ഇത് ദഹിപ്പിച്ച് ഇതാണ് അത് വളമായിട്ട് എടുക്കുന്നത്. ഇതാണ് അതിൻ്റെ അപ്പർ പിക്ചർ. നമുക്ക് ഇപ്പോൾ അപ്പറും ലോവറും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായെന്ന് കരുതുന്നു. ഞാൻ നിങ്ങൾക്ക് ആൺപൂവും കാണിച്ചു തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇതേമാതിരി വെറൈറ്റി വീഡിയോ ഒക്കെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്ക് ചെയ്തേക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ഇൻഫർമേഷൻ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക.